പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. അതേ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതകളിൽ ബലം പകരുന്ന, ശക്തി പകരുന്ന, നമ്മുടെ മേൽ ആവസിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ ശക്തി ഉണ്ട്. പുനരുത്ഥാനത്തിന്റെ ശക്തി ഉണ്ട്. ഈ നാളുകളിൽ ദൈവസ്ഥാനത്തിൽ കാത്തിരുന്നുകൊണ്ട് ആ ശക്തി നാം പ്രാപിക്കുമെങ്കിൽ നിശ്ചയമായി എല്ലാ ബലഹീനതകളിലും, കഷ്ടങ്ങളിലും, ഞെരുക്കങ്ങളിലും, പ്രയാസങ്ങളിലും ആ ശക്തിയാൽ നമുക്ക് സകലത്തെയും അതിജീവിച്ച് ജയിച്ചു മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് ഉണർത്തിയ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-10 വചനങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. In English, 2 Corinthians chapter 12 verse 9 and 10. But he said to me, my grace is sufficient for you, for my power is made perfect in weakness. Therefore, I will boast all the more gladly about my weaknesses, so that Christ's power may rest on me. That is why, for Christ's sake, I delight in weaknesses, in insults, in hardships, in persecutions, in difficulties. For I am weak, then I am strong. Amen. അതെ, അപ്പോസ്തലനായ പൗലോസ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ അങ്ങനെ അപ്പോസ്തലനായ പൗലോസിന് പറയാൻ കഴിയുക? താൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് തന്നോട് സംസാരിക്കുന്നു, എന്റെ കൃപ നിനക്ക് മതി. അത് അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകുന്ന ദാനമാകുന്നു കൃപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബലമില്ലാതിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഭാരത്തോടിരിക്കുമ്പോൾ, നിരാശപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ തന്റെ കൃപ പകർന്നു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നമുക്ക് ആ സമയത്ത് ആമേൻ ഹല്ലേലൂയ ലഭിക്കുന്ന ഒരു വലിയ ദാനമാണ്, ഒരു ഗിഫ്റ്റാണ് ദൈവത്തിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ കൃപ. ഈ നാളുകളിൽ സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ, ദൈവമേ, ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു, നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവ് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. ഏത് സാഹചര്യത്തിലും എന്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. മാത്രമല്ല, എന്റെ ശക്തി എന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ബലഹീനതകളിൽ നമുക്ക് ബലഹീനത മാത്രമേ എടുത്തു പറയാൻ കഴിയത്തുള്ളൂ. ഇന്ന ബലഹീനത, ഇന്ന അസ്വസ്ഥത, ഇന്ന ഭാരം, ഇന്ന ഞെരുക്കം, ഇന്ന തടസ്സം, ഇന്ന പ്രതിസന്ധി. എന്നാൽ അവിടെയും തികഞ്ഞു വരുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമേയുള്ള ആത്മമനുഷ്യൻ ബലപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നമുക്കും ഈ വാക്യം ധൈര്യത്തോടെ പറയുവാൻ കഴിയുമോ? ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അയ്യോ, അങ്ങനെ പ്രശംസിക്കുവാൻ കഴിയും? ബലഹീനതകളിൽ നാം ക്ഷീണിച്ചു പോകുകയല്ലേ, തളർന്നു പോകുകയല്ലേ? അല്ല, ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ ബലഹീനതകൾ പ്രശംസിക്കും. കാരണം ഞാൻ ബലഹീനത്തോടെ ഇരിക്കുമ്പോഴാ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കുന്നത്, എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്, ക്രിസ്തുവിന്റെ ശക്തി എന്നാൽ തികഞ്ഞു വരുന്നത്, ആ ദൈവത്തിന്റെ കൃപ എന്റെ മേൽ ധാരാളമായി വ്യാപരിക്കുന്നത് ബലഹീനതയുടെ സമയത്താണ്. അതുകൊണ്ട് ആകയാൽ ഞാൻ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാ? അതിസന്തോഷത്തോടെ.
പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇടപ്പോൾ ദൈവത്തിന്റെ ശക്തി, ക്രിസ്തുവിന്റെ ശക്തി, ക്രിസ്തുവിന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തി നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ അതിസന്തോഷത്തോടെ നമുക്ക് ഏത് സാഹചര്യത്തിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. അടുത്ത വചനമാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി, ഹല്ലേലൂയ, എത്ര പേര് പറയും ക്രിസ്തുവിന് വേണ്ടി, എന്റെ യേശുവിന് വേണ്ടി, അവൻ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് വേണ്ടി അവൻ ബലഹീനത, ഒന്നാമത് ശരീരത്തിന്റെ അവസ്ഥയാ പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ശരീരത്തെ ചെറുത് സഹിക്കുവാൻ നമുക്ക് കഴിയുമോ? പ്രൈസല്ലോ. യേശു കർത്താവ് അവൻ തന്റെ ശരീരത്തിൽ ഹല്ലേലൂയ മുഴുവനുമായി തകർക്കപ്പെട്ടു. തന്റെ ശരീരം മുഴവ് ചാലുപോലെ കീറി, ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ ബലഹീനതകൾ നമുക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത മാത്രമല്ല, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതേ പൗലോസ് തന്നെയാണ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടി ചിലത് സഹിക്കുവാൻ നമുക്ക് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിശ്ചയമായി കർത്താവ് തന്റെ കൃപ ധാരാളമായി നമ്മൾ ഇനിയും പകരും. ക്രിസ്തുവിന്റെ ശക്തി അധികമായി നമ്മൾ വ്യാപരിക്കും. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ശക്തരായി മുന്നേറുവാൻ കർത്താവ് സഹായിക്കും. ആമേൻ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ അത് ഒത്തിരിയേറെയാണ്. അതേ 2 കൊരിന്ത്യർ 11 അധ്യായം 23 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ വായിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. ഒന്നാമത് തന്റെ അധ്വാനം, അടുത്തതായി താൻ അധികം പ്രാവശ്യം തടവിലായി, 3 അനവധി അടികൊണ്ട്, 4 പലപ്പോഴും പ്രാണഭയത്തിലായി, 5 യഹൂദന്മാരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, വീണ്ടും 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, അടുത്തൊരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. അടുത്ത് കുറെ ആപത്തുകളുടെ ലിസ്റ്റ് പറയുക. നദികളിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരിലുള്ള ആപത്ത്. നോക്കിക്കേ, ഒരു മനുഷ്യൻ എന്തൊക്കെയാ സഹിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാ സഹിക്കുന്നത്? മാത്രമല്ല, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, ഭൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ, സ്തോത്രം. അതിന്റെ അടുത്ത ഭാഗത്തൊക്കെ അദ്ദേഹം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, 12-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ, ഇത്രയും ആപത്തുകൾ സഹിച്ച, ഇത്രയും അടികൊണ്ട, കല്ലേറുകൊണ്ട, കോൽ കൊണ്ട് അടികൊണ്ട ആമേൻ, ആ മനുഷ്യനാണ് ആമേൻ, പ്രൈസ് ദി ലോർഡ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവിക ഇടപെടലുകളും നമുക്ക് അനുഭവിക്കുവാനും നേരിടുവാനും കഴിയണമെങ്കിൽ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് നാം സന്തോഷത്തോടെ സഹിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് മുന്നേറുവാൻ ഇടയായിത്തീരും. അതേ അപ്പോസ്തലനായ പൗലോസ് തന്നെ അതിന്റെ 12-ാം അധ്യായം 5-ാം വചനത്തിൽ പറയുന്നു, എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. 9-ാം വചനത്തിലും പറയുന്നു, എന്റെ ബലഹീനതകളെ ഞാൻ അതിസന്തോഷത്തോടെ പ്രശംസിക്കും. കാരണം ഇത്രയും കാലഘട്ടത്തിൽ കൂടെ അദ്ദേഹം ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നത് ക്രിസ്തുവിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിലൊക്കെ മാനസികമായി, ശാരീരികമായി, ആത്മീയമായി പല നിലവാരത്തിൽ താൻ ഞെരുക്കപ്പെട്ടു. അവൻ പ്രതിസന്ധികൾ അനുഭവിച്ചു എങ്കിലും താൻ ശക്തനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലും
നാം നേരിടുന്ന പ്രതിസന്ധികളിലും കർത്താവ് നമുക്ക് കൃപ നൽകും, ശക്തി ധാരാളമായി പകരും. ക്രിസ്തുവിന്റെ ശക്തി നമ്മെ ആവസിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ശരീരത്തിലും എല്ലാ നിലവാരത്തിലും എന്റെ യേശുവിന് വേണ്ടി എന്തുവേണ സഹിപ്പാൻ നമുക്ക് ഇഷ്ടം തോന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ തോന്നുന്നവരെ കർത്താവ് നിശ്ചയമായി ആദരിക്കും, അവരെ മാനിക്കും. ഇനിയും തന്റെ കൃപയാലും ശക്തിയാലും നിറച്ച് അവരെ കൊണ്ട് കർത്താവ് പുത്തൻ കാര്യങ്ങളെ, അസാധാരണമായ ദൈവപ്രവർത്തികളെ ചെയ്തെടുക്കുവാനും കർത്താവ് വിശ്വസ്തനാണ്. ഈ നാളുകളിൽ നല്ല പോരാട്ടം പോരാടി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിക്കാൻ നമുക്കും ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനാഥ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതി കർത്താവേ. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ബലഹീനതകളെ തികഞ്ഞു വരുന്നതിനാൽ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കേണ്ടതിന് ഞങ്ങളുടെ ബലഹീനതകളിൽ സകല പ്രയാസങ്ങളിലും ഞങ്ങൾ അതിസന്തോഷത്തോടെ പ്രശംസിക്കുന്ന കർത്താവെ, അങ്ങേക്ക് വേണ്ടി സകലതും സഹിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഞങ്ങളായി തീരേണ്ടതിന് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ദൈവം പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിനെ അതിജീവിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയും ക്രിസ്തുവിന്റെ ശക്തിയും പകർന്ന ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കിട്ടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.